നിൻ പ്രകാശത്തിൻ രശ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. നിൻ പ്രകാശത്തിൻ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ. നീ വരേണമെൻ മനസ മണിക്കൂറിൽ. ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവന്റെ പ്രകാശം ലഭിക്കും എന്ന രക്ഷിത കർത്താവ് ഈ സ്ഥാപനത്തിന് എന്നും പ്രകാശമേകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങളെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനുള്ള പ്രതിരൂപങ്ങളാകാൻ അങ്ങ് ഞങ്ങളെ ക്ഷണിച്ചുവല്ലോ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഈശ്വര തിരുഹൃദയത്തിന്റെ തിരുസ്വരൂപം കനിഞ്ഞാശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ ദിവ്യ സാന്നിധ്യമെന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. അവിടുത്തെ സാന്നിധ്യത്താൽ ഈ സ്ഥാപനം എല്ലാവിധ ആപത്തുകളിൽ നിന്ന്, തിന്മയുടെ ശക്തികളിൽ നിന്ന് സമ്പൂർണമായി മോചിതമാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ നയിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. സ്നേഹപിതാവായ ദൈവമേ, വിഭവങ്ങൾ സമാഹരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുള്ള കൃപാവരങ്ങൾ അങ്ങ് തന്നെയാണല്ലോ ഞങ്ങൾക്ക് നൽകുന്നത്. മനുഷ്യ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങളിവിടെ ആരംഭിക്കുന്ന ഈ പെട്രോൾ പമ്പ് അങ്ങ് കനിഞ്ഞാശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ കാവൽ മാലാഖമാരുടെ സംരക്ഷണം എന്നും ഈ സ്ഥാപനത്തോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാർത്ഥതയോടും സഹകരണ മനോഭാവത്തോടും ഐക്യത്തോടും വർദ്ധിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ. ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥരെയും ഇവിടെ വിതരണത്തിനും സമാഹരണത്തിനുമായി വരുന്ന എല്ലാ വ്യക്തികളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് സമ്പൂർണമായ മോചനം ഇവർക്ക് നൽകണമേ. പരിശുദ്ധാമ്മയെ ഞങ്ങൾക്ക് വേണ്ടി എന്നും മാധ്യസ്ഥ്യം വഹിക്കണമേ. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേഫ് പിതാവേ, ഈ സ്ഥാപനത്തിന്റെ സംരക്ഷകനായി അങ്ങ് എന്നും കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രചോദിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഞങ്ങളെ എന്നും മുന്നോട്ട് നയിക്കുമാറാകട്ടെ. എന്നിവിടെ എത്തിച്ചേരുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു അവർകളാണ്. Showers of blessings, this is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. പടിയൂർ നിവാസികളെ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും റോജ ഫ്യൂവൽസിന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ശുഭവേളയിലേക്ക് ഏവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറെ സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. വളരെ നാളത്തെ അധ്വാനത്തിന്റെയും ഒരുപാട് പേരുടെയും പ്രയത്നത്തിന്റെയും ഫലമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിജി രതീഷ് അവർകളെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി തിരക്കുകൾ മാറ്റിവെച്ച് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു അവർകളെ ഹൃദയപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മുഖ്യാതിഥിയായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ശ്രീ റാഫേൽ പുഴയിൽ പറമ്പിൽ അവർകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പെട്രോൾ പമ്പിന്റെ ആദ്യ വിൽപ്പന നിർവഹിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള പ്രമുഖ വ്യവസായിയായ ശ്രീ രാജ്കുമാർ അവർകളെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിന് വിശിഷ്ട സാന്നിധ്യമായി എത്തിച്ചേർന്നിട്ടുള്ള ഇന്ത്യൻ എംബസി ഓഫ് ഖത്തറിന്റെ കീഴിലുള്ള ഇന്ത്യൻ കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് ശ്രീ AP മണികണ്ഠൻ അവർകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിന് ആശംസ അറിയിക്കുന്നതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള ഇന്ത്യൻ ഓയിൽ തൃശൂർ ഈസ്റ്റ് RSA മാനേജർ ശ്രീമതി റോഷ്നി ജെ അവർകളെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ആശംസ അർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ പ്രേമ വത്സലൻ KM, വൈസ് പ്രസിഡന്റ് പടിയൂർ ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി ജോയ്സി ആന്റണി, മെമ്പർ പടിയൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റോജ ഫ്യൂവൽസിനെ വിജയപാതയിലേക്ക് നടത്തുന്ന ഇതിന്റെ കപ്പിത്താൻ മാനേജിംഗ് ഡയറക്ടർ മിസസ് മേരി ആൻഡോ റോജ അവർകളെയും അതോടൊപ്പം റോജ ഫ്യൂവൽസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ഡയറക്ടർ മിസ്റ്റർ ആൻഡോ റോജ അവർകളെയും ഈ ചടങ്ങിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. അവസാനമായി ഇന്നീ സുദിനത്തിൽ സാക്ഷിയായി എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ നാട്ടുകാരെയും ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി. ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന നമ്മുടെ വടവനങ്ങാടിയിലെ സ്വന്തമായ ഒരു ഔട്ട്ലെറ്റ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ MLAയും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ഡോക്ടർ ആർ ബിന്ദു ടീച്ചർ, ഇതിൻ്റെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന റാഫേൽ പോഴായി പറമ്പിൽ അവർ, ആദ്യ വിൽപ്പന നടത്തുന്ന രാജ്കുമാർ അവർ, വിശിഷ്ട സാന്നിധ്യമായിരിക്കുന്ന ശ്രീ MP മണികണ്ഠൻ അവർ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീമതി റോഷ്നി ജെ, പടിയൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രേമ വത്സേട്ടൻ, പടിയൂർ പഞ്ചായത്തിൻ്റെ 8ാം വാർഡ് മെമ്പറായിട്ടുള്ള ജോയ്സി ആന്റണി, ശ്രീ ആൻഡോ റോപ്പൻ റോജ, ഏറെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പടിയൂർ നിവാസികളെ, അധ്യക്ഷ, പടിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യായ പ്രസിഡന്റ് ശ്രീമതി ലിജി രതീഷ്,
ബഹുമാന്യനായ പഴയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പ്രേമവത്സലൻ, മെമ്പർമാരായ ശ്രീമതി ജോയ്സി ആന്റണി, ശ്രീ പ്രഭാത് വെള്ളാപ്പള്ളി, ഒരു ഗ്രാമീണ ഉത്സവത്തിൻ്റെ ഛായയോടുകൂടി ഒരു പെട്രോൾ പമ്പിൻ്റെ ഉദ്ഘാടനം നടത്താനാകുന്നതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ജനങ്ങൾക്കിടയിൽ സജീവമായി നിൽക്കുകയും ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളോടും മുഖം തിരിക്കാതെ അത് അഭിസംബോധന ചെയ്യുകയും പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് എക്കാലത്തും കൂട്ടായി നിൽക്കുകയും ചെയ്ത ശ്രീ ആൻഡോ റോബൻ റോച്ചയുടെ ഈ സംരംഭം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് റോച്ച ഫ്യൂൽസ് ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുകയാണ്. സംരംഭങ്ങളാണ് കേരളത്തിന് ഇന്ന് ഏറ്റവും മുതൽക്കൂട്ടായി മാറുന്നത്. നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയ്ക്കും അത് വലിയ സഹായമായി മാറുന്നു. നമ്മുടെ ഈ പെട്രോൾ പമ്പിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഔട്ട്ലെറ്റിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഗതാഗതം നടക്കുന്ന നമ്മുടെ ഈ റോഡിലൂടെ പോകുന്ന സഞ്ചാരികൾക്ക് ഇരിങ്ങാലക്കുട ടൗൺ എത്തുന്നതിന് മുൻപ് തന്നെ ഈ പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾ ആവശ്യം വന്നാൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ പ്രദേശങ്ങൾ വികസിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം കൂടിയാണത്. നമ്മുടെ പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രായേണ അതിസാധാരണക്കാരായ മനുഷ്യർ ഭൂരിഭാഗവും നിവസിച്ചു വരുന്ന ഒരു പഞ്ചായത്താണ്. പഞ്ചായത്തിന് അതുകൊണ്ട് തന്നെ തനത് വരുമാനമെല്ലാം അല്പം കുറവാണ് എന്ന് നമുക്കറിയാം. പുതിയ പുതിയ വികസന സംരംഭങ്ങളും വ്യവസായ സംരംഭങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അത് പൊതുവിൽ നാടിൻ്റെ ഉത്കർഷത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വലിയ രീതിയിൽ നിദാനമാവുകയാണ്. നമ്മളിപ്പോൾ കേരളത്തിലെ ജനജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ്. നാടിൻ്റെ അടിസ്ഥാന സൗകര്യമെല്ലാം നല്ല രീതിയിൽ വികസിക്കുന്നു. സംരംഭകർ നമ്മുടെ സമൂഹത്തിനോടൊപ്പമുണ്ട് എന്നുള്ളത് തീർച്ചയായും ശുഭാപ്തി വിശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങൾക്കും യുവജനങ്ങളുടെ കളികൾക്കുൾപ്പെടെ നമ്മുടെ മതിലകത്ത് നടന്ന ബോട്ടിംഗ് അല്ലേ, ബോട്ട് റേസ്, വള്ളംകളിക്ക് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ശ്രീ റോബൻ റോച്ചയാണ്. അതൊക്കെ സമൂഹത്തോട് ചേർന്ന് നിൽക്കാനുള്ള വ്യവസായികളുടെ സംരംഭകരുടെ ഒക്കെ ഇച്ഛാശക്തിയുടെ കൂടെ ഭാഗമാണ്. അതാണ് നമ്മളെ നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് സന്തോഷപൂർവ്വം സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഈ പെട്രോൾ പമ്പിന് അത് പ്രയോജനപ്രദമാകട്ടെ ഏവർക്കും. ഇനിയും ജനോപകാരപ്രദമായ ഒട്ടേറെ സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ശ്രീ റോബിൻ റോച്ചയ്ക്കാകട്ടെ. നമ്മളെല്ലാവരും ഒപ്പമുണ്ട് അല്ലേ? അതുപോലെ റോബിൻ റോച്ച നമ്മുടെ ഈ പടിയൂർ ഗ്രാമവാസികൾക്ക് ഒപ്പം ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ റോബിൻ റോച്ചയുടെ സംരംഭമായ റോച്ച ഫ്യൂവൽസ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കിട്ടിയ ഞാനാണ്, തൃശ്ശൂർക്കാരനായ ഞാനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. റോബൻ റോച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിലൊരാളാണ്. ആളുടെ സംരംഭം നന്നായി നടക്കട്ടെ. ഈ നാട്ടുകാരെല്ലാവരും സഹകരണം ഉണ്ടാവണം ആൾക്ക്. ഓക്കെ, ബൈ. അധ്യക്ഷ, ഞങ്ങളുടെ പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മളുടെ എല്ലാവരുടെയും ബഹുമാന്യ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ആർ ബിന്ദു അവർ, ഇന്നിവിടെ എനിക്ക് മുൻപ് സംസാരിച്ചവരെല്ലാം പറഞ്ഞിരുന്നു, ഈ ഗ്രാമപ്രദേശത്ത് ഒരു ഉത്സവ പ്രതീതിയോടുകൂടി ചിങ്ങം 1 പുതുവത്സര ദിവസം തന്നെ ഈ റോച്ച ഫ്യൂവൽ ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ ബഹുമാനപ്പെട്ട മന്ത്രി. ബഹുമാന്യായ അധ്യക്ഷ പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാന്യായ ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ ആർ ബിന്ദു ടീച്ചർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, സ്റ്റേജിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവരും പറഞ്ഞതുപോലെ ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയിലാണ് നമുക്കിരിക്കുന്നത്. ഇതൊരു പെട്രോൾ പമ്പിൻ്റെ ഉദ്ഘാടനമാണ് എന്ന് തോന്നാത്ത തരത്തിലാണ് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം, ഒന്ന്, നിങ്ങളുടെ പ്രദേശത്ത് ഇങ്ങനെ ഒരു പെട്രോൾ പമ്പ് കിട്ടുന്നു എന്നുള്ളത്. 2, നിങ്ങളുമായൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൻഡോ തുടങ്ങുന്ന ഒരു സ്ഥാപനമാണ് ഇത് എന്നുള്ളതാണ്.
ഇങ്ങനെ പടിയൂർ മാത്രമല്ല, ആൻഡോ തുടങ്ങി വെച്ച ചില സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന സദസ്സുകളിൽ പങ്കാളികളാകാൻ അങ്ങ് ഖത്തറിലും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി വലിയ ജനക്കൂട്ടം, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ആളുകളുടെ വലിയൊരു കൂട്ടായ്മ അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭങ്ങളുടെ തുടക്കത്തിലും കൂട്ടായ്മയിലും ഉണ്ടാകാറുണ്ട്. അത് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമൊക്കെ പറഞ്ഞതുപോലെ തൻ്റെ കച്ചവടക്കാരനായിരിക്കുന്നു എന്നതിനൊപ്പം തന്നെ എങ്ങനെ ജനങ്ങളുമായിട്ട് കൂടി അദ്ദേഹം ഇടപഴകുന്നു, അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത്, എങ്ങനെയാണോ അദ്ദേഹം പടിയൂരിൽ നിൽക്കുന്നത് അതിനുമപ്പുറത്ത് ഖത്തർ എന്ന് പറയുന്ന ഒരു വിദേശ രാജ്യത്തെ ആവശ്യങ്ങളുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് എപ്പോഴും വിളിക്കാവുന്ന, എപ്പോഴും എത്തിച്ചേരാവുന്ന ഒരു ഫോൺ കോളിൻ്റെ അകലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആൻഡോ എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ എടുത്തു പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ചേർന്നിട്ടുള്ള എല്ലാ പടിയൂർ നിവാസികൾക്കും ആദ്യമേ തന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ പേരിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഒരു പെട്രോൾ പമ്പിൻ്റെ ഉദ്ഘാടനം എന്നുള്ളത് ഒരു ഇന്ത്യൻ ഓയിൽ ഒഫീഷ്യൽ എന്നുള്ള ഇതിൽ നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു സെയിൽസ് എന്ന ഇതിന് സ്ഥാപനത്തിന് ഉപരി ഇതൊരു സർവീസാണ്. നാട്ടിലുള്ള ഇവിടെ ബിന്ദു മാഡം പറഞ്ഞതുപോലെ ഇവിടെയുള്ള എല്ലാവർക്കും ഒത്തിരി ഉപകരിക്കുന്ന ഒരു സർവീസ് എന്നുള്ള ഇതിലാണ് നമ്മൾ കൂടുതൽ ഇത് ആലോചിക്കുന്നത്, അല്ലാതെ സെയിൽസ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് മാത്രമല്ല. സോ ഇത് ആ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. 1.5 വർഷത്തിന്റെ ഒരു ബുദ്ധിമുട്ടിന്റെ ഇത് കഴിഞ്ഞിട്ടാണ് റോച്ച ഫാമിലി ഇത് ഈ പമ്പ് ഉദ്ഘാടനം ഇന്ന് ചെയ്യുന്നത്. സോ എനിക്ക് റോച്ച ഫാമിലിൻ്റെ അടുത്ത്, റോച്ച ഫ്യൂൽസിന്റെ ഫുൾ ഫാമിലി ആൻഡ് അവരുടെ എംപ്ലോയീസ് എല്ലാവരുടെ അടുത്തും വളരെയധികം നിങ്ങൾക്ക് ആശംസകൾ. വളരെ നല്ല രീതിയിൽ ഈ പമ്പ് കാലങ്ങളോളം പടിയൂർ നിവാസികൾക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് ഉണ്ടായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രജീഷ് ഉദ്ഘാടനം വെച്ചാൽ നമുക്ക് അവർക്കും പ്രിയങ്കയായ ബിന്ദു ടീച്ചർ, വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും ആശംസകൾ. ഇന്ന് നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച മാതിരി തന്നെ പടിയൂർ പഞ്ചായത്തിൽ ഇവിടെ 2ാമത്തെ പെട്രോൾ പമ്പാണ്. ഈ സമയം വരെ ഈ പെട്രോൾ പമ്പിൻ്റെ പൂർത്തീകരണത്തിന് ഇതിൻ്റെ ഓണർമാർ ഭംഗിയായി നിർവഹിച്ച് നമുക്ക് പോകുന്നുണ്ട്. അതിനായി എല്ലാവരും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സേവനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പഞ്ചായത്തിൽ എല്ലാവർക്കും ആവശ്യകരമായൊരു കാര്യമാണ്. അത് നമ്മുടെ വളവനങ്ങാടിൽ എൻ്റെ വാർഡിലുള്ള റോമൻ റോച്ച് തുടങ്ങിയതിലും വളരെയധികം സന്തോഷമുണ്ട്. ഈ വികസനം നമ്മുടെ വളവനങ്ങാടി മുന്നോട്ട്, അതായത് നമ്മുടെ പടിയൂർ പഞ്ചായത്തിൻ്റെ ഇതിൽ എപ്പോഴും കേൾക്കുന്നത് ഇടതിരിഞ്ഞ് എന്നൊരു സെക്ഷൻ മാത്രമാണ്. വളവനങ്ങാടി ഉയർന്നു വരാനായിട്ട് ഒരു മുൻതൂക്കമായി നമ്മുടെ ഈ പെട്രോൾ പമ്പ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ മുന്നോട്ടുള്ള ഈ പ്രവർത്തനങ്ങളിൽ പെട്രോൾ പമ്പിലെ എല്ലാ കാര്യങ്ങളിലും നാട്ടുകാരെല്ലാവരും സഹകരണത്തോടുകൂടി വിജയകരമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ ഈ പെട്രോൾ പമ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങ് വിജയകരമാക്കാൻ സഹകരിച്ച എല്ലാവർക്കും എൻ്റെയും റോച്ച വീൽസിൻ്റെയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെയും പേരിലും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലിജി രതീഷ് അവറുകൾക്ക് എൻ്റെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മെ അഭിസംബോധന ചെയ്ത ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ബിന്ദു അവർക്ക് ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. വിശിഷ്ട സാന്നിധ്യമാക്കി ഇവിടെ എത്തിയ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പെട്രോളിൻ്റെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിയ ഇന്ത്യൻ കൾച്ചർ സെൻ്ററിൻ്റെ ഖത്തറിൻ്റെ പ്രസിഡന്റ് ശ്രീ AP മണികണ്ഠനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ സദസ്സിൻ്റെ വിജയത്തിനായി സഹായിച്ച ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഡെപ്യൂട്ടി മാനേജർ റോഷിൻ ജെ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസകൾ അർപ്പിച്ച് ഈ പരിപാടികൾക്ക് വന്ന പടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രേമ വത്സലിൻ്റെയും ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ജോസി ആന്റണിയും
എന്നിവർക്കും ഈ ആശംസകൾ നേരുന്നു. ഈ സംരംഭത്തിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഇതൊരു വിജയകരമാക്കിയെടുക്കാൻ വേണ്ട ഉപദേശവും നിർദ്ദേശവും നൽകി നയിച്ച റോച്ച ഫീൽഡ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ മേരി ആൻഡ് റോച്ചയ്ക്കും ഇന്ന് ഞങ്ങൾ 27ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് ഇതൊരു ഇരട്ടി മധുരം ആണ്. ഔപചാരികമായി ഒരു നന്ദി പറച്ചിലിന്റെ ആവശ്യമില്ലെങ്കിലും കൂടെയും ഏറെക്കാലത്തെ സ്വപ്നമായ ഈ സുന്ദര ദിനത്തിൽ നന്ദിക്കാവുന്ന പറയാൻ വയ്യാത്ത ജീവിതത്തിലെ എല്ലാ പങ്കാളിത്തത്തിനും പിന്തുണകൾക്കും നന്ദി. ഞങ്ങൾ ഈ പെട്രോൾ പമ്പിന്റെ കുറിച്ച് ആലോചിക്കുമ്പോൾ തുടങ്ങി അതിന് ചുക്കാൻ പിടിച്ച എൻ്റെ ബാല്യകാല സുഹൃത്തായ മിസ്റ്റർ മാർട്ടിൻ പെരേരയ്ക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതുപോലെ തന്നെ പമ്പിന്റെ നിർമ്മാണം മേൽനോട്ടം വഹിച്ച ജോസഫ് ഫിഗ്രോദയ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും പടിയൂർ നിവാസികൾക്കും എൻ്റെ എല്ലാ പേരിലും റോച്ച ഫീൽഡ്സിന്റെ പേരിലും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി.